പി ശ്യാംരാജിലേക്ക്. പി ശ്യാംരാജ്, ഇതിപ്പോൾ തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഇത്തരം നിയമനങ്ങൾ വരുന്നത് കൊണ്ടാണ്, നിയമനങ്ങൾ മാത്രമല്ല ചില തീരുമാനങ്ങളും വരികയാണല്ലോ. PM ശ്രീ പ്രധാനമന്ത്രി ആവാസ് യോജന, ഇതിലൊക്കെ തീരുമാനങ്ങളും അതേ രീതിയിൽ വരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വിമർശനം ഉണ്ടാകുന്നത്. ഇവിടെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പോലും വിമർശനം ഉണ്ടായിട്ടും അതും അവഗണിക്കപ്പെടുകയായിരുന്നു. ശ്യാംരാജിലേക്ക് വരുന്നതിന് മുമ്പ് നിയാസ് ചേരുകയാണ്. നിയാസ്, താങ്കളുടെ നിലപാട്, താങ്കളുടെ പരസ്യമായ പ്രതികരണം അത് പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിരിക്കുകയാണല്ലോ. ശേഷാദ്രിനാഥൻ തന്നെയായിരിക്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. നോക്കൂ, ഞാൻ ഈ കാര്യത്തിൽ ശേഷാദ്രിനാഥൻ എന്തുകൊണ്ട് ആയിക്കൂടാ എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായി പാർട്ടി നേതൃത്വത്തിന് ഞാൻ കത്ത് കൊടുത്തിരുന്നതാണ്. അത് പാർട്ടിയോട് അന്വേഷിക്കണമെന്നും ഞാൻ പറഞ്ഞിട്ടാണ്. പക്ഷേ ഞാൻ കത്ത് കൊടുക്കുമ്പോൾ വളരെ വിചിത്രമായ ഒരു കാര്യമുണ്ടായി. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ 15 കൊല്ലത്തെ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ ഇടപെടലുകളെ കൂടിയാണ് അദ്ദേഹത്തെ നമ്മൾ വിലയിരുത്തേണ്ടതെന്നാണ് ഞാൻ കത്തിൽ ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ ആ കത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് ഞാൻ കണ്ടത് അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ, നേരത്തെ ഇപ്പോൾ ആരോ പറയുന്നത് അദ്ദേഹം ഇല്ല എന്നാണ്, പക്ഷേ ഇത് ഉണ്ടായിരുന്നു. സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ അത് FBയിലും ട്വിറ്ററും അതുപോലെ തന്നെ ഇൻസ്റ്റയും ഉൾപ്പെടെയുള്ള എക്സും ഉൾപ്പെടെയുള്ള വാട്സപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ സോഷ്യൽ മീഡിയകളും ഒരു സുപ്രഭാതത്തിൽ അത് അപ്രത്യക്ഷമായി. ഞാനത് ദുരൂഹമാണെന്നും ആ അപ്രത്യക്ഷമായത് റിട്രീവ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഇത് കാര്യങ്ങൾ എടുക്കണമെന്ന് എടുത്ത്, അതേപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലെ ഇടപെടലുകളും അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളും രാഷ്ട്രീയ വീക്ഷണങ്ങളുമൊക്കെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. ആ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ക്രോഡീകരിച്ച് അത് റിപ്പോർട്ടാക്കി ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിക്ക് അയച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് ഞാൻ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിക്ക് കത്ത് കൊടുത്തിരുന്നു. പക്ഷേ എനിക്കറിഞ്ഞുകൂടാ അത് പരിശോധിച്ചോ അത് വല്ല അന്വേഷണം നടത്തിയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതെല്ലാം അന്വേഷിക്കണമെന്നും ഇതെല്ലാം അന്വേഷിക്കാതെയാണ് വെച്ചത് എന്നുള്ള ഒരു തോന്നലോട് കൂടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. എനിക്ക് അറിഞ്ഞുകൂടാ ഇതെല്ലാം അന്വേഷിച്ചിട്ടുണ്ടോ, ഞാൻ പറഞ്ഞതെല്ലാം തെറ്റാണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും ഞാൻ ഈ കാര്യത്തിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്. നിങ്ങൾക്ക് മഞ്ജുഷിന് അറിയാമല്ലോ, ഈ പദവി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ വരാനിരിക്കുന്ന 2029 പഞ്ചായത്ത് മാത്രമല്ല, നമുക്ക് 20 ലോകസഭ 30 അതുപോലെ 140 അസംബ്ലി 210 ആവുമെന്നത് ഏറെക്കുറെ നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഡീലിമിറ്റേഷൻ കമ്മീഷനായി ഈ സംസ്ഥാന സർക്കാരിൽ നിന്ന് ഏക പ്രതിനിധി ഇദ്ദേഹം മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു ഭാഗത്ത് CPMൻ്റെ കാലങ്ങളായി പ്രവർത്തിച്ച ഒരു വ്യക്തി, പിന്നീട് മാനസാന്തരപ്പെട്ട് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെയുമൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹം പിന്നെ നമ്മുടെ ലക്ഷദ്വീപിലൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് RSSൻ്റെ അവിടെ ഗ്രൂപ്പുകളൊക്കെ വന്നപ്പോൾ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും സ്വീകരണമൊക്കെ കൊടുത്തത് അദ്ദേഹമാണെന്നുള്ളത് എനിക്കൊക്കെ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി തീർച്ചയായും അത്തരത്തിലുള്ള ഈ പോസ്റ്റിൽ വന്നാൽ അത് പാർട്ടിക്ക് ഏറെ വില കൊടുക്കേണ്ടി വരുമെന്ന കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോഴും എൻ്റെ വിശ്വാസത്തിൽ, എൻ്റെ ബോധ്യത്തിൽ ഞാൻ നിൽക്കുകയാണ്. എൻ്റെ പാർട്ടി അക്കാര്യത്തിൽ എന്താണ് കണ്ടെത്തിയതെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. ഏതായിരുന്നാലും വരാനിരിക്കുന്ന നാളുകളിൽ എനിക്ക് പാർട്ടിയുടെ വേദികളിൽ എനിക്ക് അവസരം കിട്ടിയാൽ തീർച്ചയായും ഇക്കാര്യം ഞാൻ ചോദിക്കുകയും അത് തീർച്ചയായും അന്വേഷിക്കുകയും ചെയ്യും. ഇതെല്ലാം എന്തായാലും താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ പാർട്ടി അംഗീകരിച്ചിട്ടില്ല എന്ന കാര്യം ഉറപ്പാണല്ലോ. അതുകൊണ്ടാണ് ലോക് ഭവനിലേക്ക് ഫയൽ പോവുകയും ഗവർണർ ഒപ്പുവെക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ താങ്കൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ മോശക്കാരനായി മാറി, അല്ലെങ്കിൽ പാർട്ടിക്ക് മുന്നിൽ താങ്കൾ മോശക്കാരനായി മാറി. കാരണം താങ്കൾ ഉന്നയിച്ച കാര്യം തെറ്റാണെന്ന് ഇപ്പോൾ താങ്കൾ പറഞ്ഞു അന്വേഷിച്ചോ എന്ന് അറിയില്ല എന്ന്. അന്വേഷിച്ചെങ്കിൽ അത് തെറ്റാണെന്ന് ബോധ്യമായി, അല്ലെങ്കിൽ താങ്കളുടെ പരാതി അത് ഒരു പ്രാധാന്യവും നൽകാതെ ചവറ്റുകൊട്ടയിലിട്ടു. ഇതാണല്ലോ കണക്കാക്കേണ്ടത് ശേഷാദ്രിനാഥൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി വരുമ്പോൾ. ഞാൻ പാർട്ടിക്കാണ് കത്ത് കൊടുത്തത്. എന്നാൽ എൻ്റെ പേഴ്സണലായി പരാജയമായി ഞാൻ കാണുന്നില്ല. ഇത് പാർട്ടിക്ക് ഇക്കാര്യത്തിൽ വേണ്ടത്ര രീതിയിൽ അവധാനതയോടുകൂടി ഇക്കാര്യത്തിൽ ഇടപെട്ടോ എന്ന സംശയം മാത്രമേ ഞാൻ പങ്കുവച്ചിട്ടുള്ളൂ. അങ്ങനെ പാർട്ടി അവധാനതയോടെയാണ് ചെയ്തതെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അല്ല എങ്കിൽ എനിക്ക് തെറ്റുപറ്റിയാണ് എന്നെ ബോധ്യപ്പെടുത്തിയാൽ, ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് എൻ്റെ ഞാൻ പറയുന്ന വാദങ്ങൾ തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തിയാൽ ഞാൻ അംഗീകരിക്കാം. പക്ഷേ അങ്ങനെ ഒരു ബോധ്യപ്പെടുത്തൽ ഇവിടെ ഉണ്ടായിട്ടില്ല. ഇനി വാട്ട് എവർ ഇറ്റ് മേ ബി, പാർട്ടി ഇക്കാര്യത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ഏത് ഫോറത്തിലാണ് ഈ കാര്യം, ഇതുപോലെ സുപ്രധാനമായ കാര്യം പാർട്ടിയുടെ ഏത് ഫോറത്തിലാണ് ചർച്ച ചെയ്തത്, ഏത് ഫോറത്തിലാണ് ഇത് പരിശോധിച്ചത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്
ബന്ധപ്പെട്ടവർ വ്യക്തമാക്കേണ്ടതാണ്. അത്തരത്തിലുള്ള വ്യക്തമാക്കലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഏതെങ്കിലും തരത്തിൽ പാർട്ടിയുടെയോ മുന്നണിയുടെയോ ചർച്ചകൾക്ക് വിധേയമായിട്ടാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ മുൻകാല ചരിത്രത്തെക്കുറിച്ചോ മുൻകാല പ്രവർത്തനങ്ങളെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ സംഘീബന്ധങ്ങളെക്കുറിച്ചോ ഒക്കെ റൂൾ ഔട്ട് ചെയ്തോ എന്നൊക്കെ അന്വേഷിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ താങ്കളുടെ പൂർണ്ണ വിശ്വാസം ഇതാണ്, സംഘപരിവാർ ബന്ധമുള്ള ആളെ ഇത്തരത്തിലുള്ള ഒരു സുപ്രധാന പദവിയിൽ നിയമിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഈ വിഷയത്തിൽ താങ്കൾ മുഖ്യമന്ത്രി VD സതീശനെ കണ്ട് ഇക്കാര്യം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചില്ലേ? എന്തായിരുന്നു അതിന്റെ ഫലം? ഞാൻ KPCC പ്രസിഡന്റിനാണ് കത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കോപ്പി മാത്രമാണ് ഞാൻ മുഖ്യമന്ത്രിക്കും അതുപോലെ ആഭ്യന്തരമന്ത്രിക്കും ഒക്കെ കൊടുത്തിട്ടുള്ളത്. എൻ്റെ KPCC പ്രസിഡന്റ് ഞാൻ ചോദിച്ചു, ഞാൻ നേരിട്ട് മുഖ്യമന്ത്രിയെ കാണേണ്ടതുണ്ടോ? അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ ഈ കാര്യങ്ങളെല്ലാം വളരെ വിശദമായി മുഖ്യമന്ത്രിയോട് ഞാൻ പറഞ്ഞോളാം. ഇപ്പോൾ നിയമസഭ നടക്കുന്നതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ ചിലപ്പോൾ ഒരു പക്ഷേ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് ഞാനത് ആ കാര്യങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിക്കൊള്ളാം എന്നാണ് അദ്ദേഹം എന്നോട് ഇന്നും അദ്ദേഹം പറഞ്ഞത്. ഇന്നലെയും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ മുഖ്യമന്ത്രിയെ കാണാൻ സമയം കിട്ടാത്ത കൊണ്ടും അദ്ദേഹം സമയം അനുവദിക്കാത്തത് കൊണ്ടും എനിക്ക് കാണാൻ കഴിയാതിരുന്നത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പരാജയമായി ഞാൻ കാണുന്നേ ഇല്ല. ഒരു കാര്യം, സമയം അനുവദിക്കാത്തത് കൊണ്ടാണോ താങ്കൾ കാണാൻ പറ്റാത്തത്? സമയം ചോദിച്ചിരുന്നോ? മുഖ്യമന്ത്രിയോട് സമയം ചോദിച്ചിരുന്നോ? മുഖ്യമന്ത്രിയോട് ഞാൻ സമയം ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ഞാൻ സമയം ആവശ്യപ്പെട്ടിരുന്നു. അദ്ദേഹം എനിക്ക് സമയം ഇന്നലെയും ഇന്നും ഞാൻ ചോദിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം നിയമസഭയുടെ തിരക്കിലാണെന്നാണ് എന്നോട് പറഞ്ഞത്. അതിനുശേഷം ഞാൻ ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് ചോദിച്ചു, അങ്ങനെ ഞാൻ കാണേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു, വേണ്ട, ഞങ്ങളത് സംസാരിച്ച് ഞങ്ങളത് കരുതി തീരുമാനമെടുത്തുകൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പല മന്ത്രിമാരോടും ഇക്കാര്യം സൂചിപ്പിച്ചിട്ടാണ്. പല മന്ത്രിമാരും എന്നോട് ഓഫ് ദ ടോക്കിൽ എന്നോട് പറഞ്ഞത്, ഞങ്ങളുടെ അന്വേഷണത്തിൽ നിയാസ് പറഞ്ഞത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് പല മന്ത്രിമാരും എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് നമ്മൾ ആലോചിക്കേണ്ടത്, അവർ എന്നോട് ഓഫ് ദ റെക്കോർഡായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാനത് അവരുടെ പേര് അതുകൊണ്ടാണ് പറയാത്തത്. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് മാജൂഷ്, ഇത് എൻ്റെ വിശ്വാസം, എനിക്ക് തെറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് എനിക്ക് ബോധ്യമുണ്ട്. അത് നിങ്ങൾ കണ്ണടച്ച് ഇരുട്ടാക്കുന്നവരൊഴിച്ച് ആരന്വേഷിച്ചാലും ഇത് ബോധ്യപ്പെടും. ഇത് നമുക്ക് 3 അംഗങ്ങൾ മാത്രമുള്ള ഡീലിമിറ്റേഷൻ കമ്മിറ്റിയിൽ കേരളത്തിൻ്റെ പ്രതിനിധി, ആ പ്രതിനിധി ഒരു പക്ഷപാതിയായി വരുമ്പോൾ അത് കോൺഗ്രസിനും UDF-നും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വരുന്നൊരു 30 കൊല്ലക്കാലം നമ്മൾ നേരിടേണ്ടി വരും. 3 സീറ്റുള്ള BJP ഇത് വളരെ ശാസ്ത്രീയമായി ഒന്ന് പറഞ്ഞാൽ, പാലക്കാട് ഒറ്റ പഞ്ചായത്ത് പാലക്കാട് ഒന്ന് മുറിച്ച് മലമ്പുഴയോട് ചേർത്താൽ പാലക്കാട് എന്നേക്കുമായി പാലക്കാട് അസംബ്ലി പോകും. ഞാൻ നിൽക്കുന്ന നോർത്ത് അതിൻ്റെ ഒരു ഭാഗം മുറിച്ച് ഒരു അസംബ്ലി ആക്കിയാൽ അത് BJP മാത്രമേ ജയിക്കൂ. നമുക്ക് മഞ്ചേശ്വരത്തിലെ ഒരു പഞ്ചായത്ത് മാറ്റി കാഞ്ഞങ്ങാടിലേക്കോ അല്ലെങ്കിൽ മറ്റേതോ പഞ്ചായത്തിലേക്ക് മാറ്റിയാൽ മഞ്ചേശ്വരം നമ്മൾ ജയിക്കാൻ പോകുന്നില്ല. അതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളെ മുഖ്യമന്ത്രിയുടെ അറിവോടെ നിയമിക്കുമോ? താങ്കളുടെ ബോധ്യം അത് തെറ്റല്ലേ ശ്രീ PM നിയാസ്? താങ്കൾക്ക് മാത്രമുണ്ടായ ഒരു ബോധ്യമാണെന്ന് ചിലപ്പോൾ പറയേണ്ടി വരും. മുഖ്യമന്ത്രി VD സതീശൻ എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്ന ഒരാളല്ലേ? മാത്രമല്ല, ഇത് ക്യാബിനറ്റ് ഡിസിഷനാണ്, മന്ത്രിസഭയുടെ തീരുമാനമാണ്, ഒരാൾ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ലല്ലോ. മന്ത്രിസഭയിൽ എടുത്ത തീരുമാനത്തിൽ ഇതെല്ലാം പരിശോധിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ അറിവ് ഇത് ഔട്ട് ഓഫ് അജണ്ടയായിട്ട് വന്നതാണ്. ഒരു പരിശോധനയും നടക്കാതെ ഔട്ട് ഓഫ് അജണ്ടയായി വരുമ്പോൾ അതിൻ്റെ വിജിലൻസ് പരിശോധനയോ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടോ ഒന്നും തന്നെ റിപ്പോർട്ടിൻ്റെ കൂടെ വരാൻ സാധ്യതയില്ല. ഒരു പേര് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം യോഗം അവസാനിക്കുന്ന നേരത്ത് ഒരു പേര് ഔട്ട് ഓഫ് അജണ്ടയായി വരികയും എല്ലാവരും അത് ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അംഗീകരിക്കുകയുമാണ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ല എന്ന് വിശദീകരിക്കേണ്ടവർ വിശദീകരിക്കേണ്ടതാണ്. ഞാനൊരു കാര്യം പറയാം, ഗവൺമെൻറ് കോൺഗ്രസ് UDF കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരുപാട് കാലത്തെ പ്രയാസം കൊണ്ട് ഞാനൊക്കെ എത്രയോ ജയിലിൽ കിടന്നതാണ്, എത്രയോ കേസുകളിൽ പെട്ടതാണ്, എത്രയോ സമരങ്ങളിൽ പങ്കെടുത്തതാണ്. എന്നെപ്പോലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ സമരവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും ഒക്കെ കൊണ്ടാണ് ഈ ഗവൺമെൻറ് വന്നത്. അങ്ങനെ എടുക്കുന്ന ഗവൺമെൻറ് ഞങ്ങൾക്ക് വേണ്ടിയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നതെന്ന് വിശ്വസിക്കുന്നവരാണ്. വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ് തീരുമാനവും ഞാൻ അംഗീകരിക്കാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. പക്ഷേ അത് പൂർണ്ണമായും അവധാനത്തിലൂടെ എടുത്തതാണെന്ന് എനിക്കിപ്പോഴും ബോധ്യപ്പെട്ടു.